നമസ്കാരം. സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടലിന് പിന്നാലെ ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. SBI നൽകിയ വിവരങ്ങളാണ് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത്. ഒന്നാം ഭാഗത്ത് ബോണ്ട് വാങ്ങിയവരുടെയും രണ്ടാം ഭാഗത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെയും വിവരങ്ങളാണുള്ളത്. ITC, എയർടെൽ, സൺഫാർമ, ഇൻഡിഗോ, MRF, വേദാന്ത, മുത്തൂറ്റ് ഫിനാൻസ്, അംബുജ സിമന്റ്സ്, നവയുഗ തുടങ്ങിയ കമ്പനികളാണ് ബോണ്ട് വാങ്ങിയതെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ച വിവരങ്ങളിലുള്ളത്. അദാനി, റിലയൻസ് കമ്പനികളുടെ പേര് ലിസ്റ്റിലില്ല. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം SBI കൈമാറിയ തിരഞ്ഞെടുപ്പ് ബോണ്ട് വിവരങ്ങളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത്. ബോണ്ടുകളുടെയും സ്വീകരിച്ച പാർട്ടികളുടെയും വിവരങ്ങളാണ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് 5:30 SBI കൈമാറിയ വിവരങ്ങൾ ലഭിച്ചതായി 7:17 തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥിരീകരിച്ചിരുന്നു. വിവരങ്ങൾ സംയോജിപ്പിക്കാൻ സമയം തേടി SBI നൽകിയ ഹർജി തള്ളിയ കോടതി ഇവ അതേപടി നൽകാൻ നിർദ്ദേശിച്ചിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 5-നകം ബോണ്ട് വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. വ്യാഴാഴ്ച വൈകിട്ട് 7:53-നും 7:55-നുമായി 2 PDF-കളായാണ് കമ്മീഷൻ വിവരങ്ങൾ പുറത്തുവിട്ടത്. www.eci.gov.in/disclosure of ഇലക്ട്രൽ ബോണ്ട്സ് എന്ന വെബ്സൈറ്റിൽ ബോണ്ടിന്റെ വിവരങ്ങൾ ലഭിക്കും. വ്യക്തികളോ സ്ഥാപനങ്ങളോ വാങ്ങിയ ബോണ്ട് തുകകളും തീയതികളുമാണ് ആദ്യത്തെ രേഖയിലുള്ളത്. ഓരോ പാർട്ടികളും പണമാക്കി മാറ്റിയ ബോണ്ടുകളുടെ വിവരവും രേഖയിലുണ്ട്. 15-ന് വൈകിട്ട് 5 മണിക്കുള്ളിൽ വിവരങ്ങൾ കമ്മീഷന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. 2019 ഏപ്രിൽ 12 മുതൽ ഓരോ സ്ഥാപനവും വ്യക്തിയും വാങ്ങിയ 1 ലക്ഷം, 10 ലക്ഷം, 1 കോടി എന്നിങ്ങനെ 3 മൂല്യങ്ങളിലുള്ള ബോണ്ടുകളുടെ വിവരമാണ് പ്രസിദ്ധീകരിച്ചത്. 2 പട്ടികകളാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ആദ്യത്തേത് കടപ്പത്രം വാങ്ങിയ കമ്പനികളുടേതാണ്. അവയുടെ മൂല്യം, തീയതി എന്നിവയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്നിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പേരുകളും ബോണ്ടുകളുടെ മൂല്യങ്ങളും അവ എൻകാഷ് ചെയ്ത തീയതികളുമുണ്ട്. എന്നാൽ ഓരോ പാർട്ടിക്കും ആരുടെയെല്ലാം പണം ലഭിച്ചു എന്ന വിവരമില്ല. മുത്തൂറ്റ് ഫിനാൻസ് ലിമിറ്റഡ്, പെഗസസ് പ്രോപ്പർട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, വേദാന്ത ലിമിറ്റഡ്, അപ്പോളോ ടയേഴ്സ് ലിമിറ്റഡ്, ബജാജ് ഓട്ടോ ലിമിറ്റഡ്, ബജാജ് ഫിനാൻസ്, ITC, അൾട്രാടെക് സിമന്റ്സ് തുടങ്ങിയ കമ്പനികൾ ബോണ്ട് വാങ്ങിയവരുടെ പട്ടികയിലുണ്ട്. അദാനി, റിലയൻസ് കമ്പനികളുടെ പേര് പട്ടികയിലില്ല. ചൊവ്വാഴ്ചയാണ് കടപ്പത്രത്തിന്റെ വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് SBI കൈമാറിയത്. വിവരങ്ങൾ നൽകാൻ സാവകാശം തേടിയുള്ള SBIയുടെ ഹർജി തിങ്കളാഴ്ച സുപ്രീം കോടതി തള്ളിയിരുന്നു. ഇതിന് ജൂൺ 30 വരെ സാവകാശം ആവശ്യപ്പെട്ടാണ് SBI സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നത്. കയ്യിലുള്ള വിവരങ്ങൾ നൽകാനാണ് കോടതി നിർദ്ദേശിച്ചത്. 2019 ഏപ്രിൽ 19 മുതൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് കടപ്പത്രം വഴി ലഭിച്ച സംഭാവനയുടെ വിവരങ്ങൾ മാർച്ച് 6-ന് മുൻപ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകാനായിരുന്നു കടപ്പത്രങ്ങൾ റദ്ദാക്കിക്കൊണ്ട് കഴിഞ്ഞ മാസം 15-ന് സുപ്രീം കോടതി ഉത്തരവിട്ടത്. ഈ 26 ദിവസങ്ങളിൽ എന്ത് ചെയ്യുകയായിരുന്നുവെന്നും ബെഞ്ച് SBIയോട് ചോദിച്ചിരുന്നു. സാവകാശം തേടി SBI നൽകിയ അപേക്ഷയിൽ ഇതുവരെ ചെയ്തത് എന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. SBIയിൽ നിന്ന് അല്പം ആത്മാർത്ഥത പ്രതീക്ഷിക്കുന്നുവെന്നും കോടതി തുറന്നടിച്ചിരുന്നു. വേണ്ടത്ര വിവരങ്ങൾ SBIയുടെ കൈവശമുണ്ടെന്ന് നിരീക്ഷിച്ചുകൊണ്ടായിരുന്നു 5-അംഗ ബെഞ്ചിന്റെ വിമർശനം. വിവരങ്ങൾ ക്രോഡീകരിക്കുന്നതിലെ സങ്കീർണതയും മറ്റും ചൂണ്ടിക്കാട്ടിയായിരുന്നു SBI സാവകാശം തേടിയത്. വിവരങ്ങൾ നൽകാൻ ജൂൺ 30 വരെ സാവകാശം അനുവദിക്കണമെന്നായിരുന്നു SBI ആവശ്യപ്പെട്ടത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയും വരെ വിവരങ്ങൾ പുറത്തു വരുന്നത് തടയാൻ കേന്ദ്ര സർക്കാർ SBIയെ ഉപയോഗിക്കുകയാണെന്ന വിമർശനങ്ങൾക്ക് ഇത് ഇടയാക്കിയിരുന്നു. കോടതി നിശ്ചയിച്ച് നൽകിയ സമയക്രമം പാലിക്കാത്ത SBIക്കെതിരെ കോടതിയലക്ഷ്യ ഹർജിയിൽ ബെഞ്ച് നടപടി സ്വീകരിച്ചില്ല. പ്രധാന കേസിലെ ഹർജിക്കാരായിരുന്ന അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ്, കോമൺ കോസ്, CPM എന്നീ സംഘടനകളുടേതായിരുന്നു കോടതിയലക്ഷ്യ ഹർജി. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 5-അംഗ ബെഞ്ചാണ് വാദം കേട്ട് വിധി പറഞ്ഞത്.